ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇയാളുടെ മനസ്സൊന്ന് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു കഴിവ് ശരിക്കും ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ചില്ലറക്കാരിക്കൊന്നല്ല, ഒരു വല്ലാത്തൊരു മുതലിനാണ് ആ ഒരു കഴിവ് കിട്ടണേ. ആ ഒരു കഴിവ് കിട്ടിയതിന് ശേഷം അവരുടെ ജീവിതം എങ്ങനെയാ മാറുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ആലി ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്പോർട്സ് ഏജന്റ് ആണ്. ഒരു പക്ക വർക്കഹോളിക് ആണെന്ന് തന്നെ പറയാം. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ആലി വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇന്ന്. അവളുടെ കമ്പനിയിൽ ഒരാളെ പാർട്ട്ണറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ദിവസമാണ്. ഇപ്രാവശ്യം എന്തായാലും അവളെ പാർട്ട്ണർ ആക്കും എന്നുള്ള ഫുൾ കോൺഫിഡൻസിലാണ് ആലി. അതിന്റെ ഭാഗമായിട്ട് ഒരു പോർഷ് വരെ ലീസിന് എടുത്തിട്ടാണ് ആലി അന്നത്തെ ദിവസം കമ്പനിയിലേക്ക് പോകുന്നത്. അവള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള കമ്പനിയിലാണ്. അവിടെ ഏജന്റായിട്ട് ആലി മാത്രമാണ് ഒരു പെണ്ണുണ്ടായിരുന്നത്. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ ബോസ് വന്ന് വളരെയധികം പുകഴ്ത്തുന്നുണ്ട് ഇപ്രാവശ്യം പാർട്ട്ണർ ആക്കാൻ പോകുന്ന ആളെ കുറിച്ചിട്ട്. ആലി ആണെങ്കിൽ എല്ലാം എന്നെ കുറിച്ചാണല്ലോ എന്ന് പറഞ്ഞ് കോരിത്തരിച്ചിരിക്കുക. ഇപ്പൊ അനൗൺസ് ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന ആലിക്ക് എന്ത് സംഭവിച്ചു? ആലിനെ അല്ല അവര് പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്തത്. അവള് ഡിസേർവ് ചെയ്യുന്നതായിരുന്നു ആ ഒരു പ്രൊമോഷൻ എന്നുള്ള കാര്യത്തിൽ ആലിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ആലി ബോസിന്റെ അടുത്ത് പോയിട്ട്, നിങ്ങളൊരു പെണ്ണായതുകൊണ്ട് മാത്രമല്ലേ എന്നെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാത്തത്, അല്ലെങ്കിലും പെണ്ണുങ്ങളെ ഒന്നും നിങ്ങൾ ഇവിടെ വളരാൻ അനുവദിക്കില്ല എന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് നല്ലോണം റേസ് ആവുന്നുണ്ട്. പക്ഷെ ബോസ് ആലിനോട് പറയുന്നത്, നീ ആണുങ്ങളായിട്ട് അത്ര കണക്ട് ആവുന്നില്ല, എല്ലാവരും യുനാനിമസ് ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണല്ലോ, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ബോസ് പറയുന്നത്. ആലി അതൊന്നും കേൾക്കാനുള്ള മൂഡിലായിരുന്നില്ല. കലിപ്പ് തീരണില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്. അവരുടെ കമ്പനി ഇപ്പൊ ഏറ്റവും കൂടുതൽ സൈൻ ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്നത് ജമാൽ ബാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സ് പേഴ്സണെയാണ്. അവനാണ് ഇപ്പൊ ഒരു റൈസിംഗ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും നോക്കിക്കോ, ഞാൻ തന്നെ അവനെ സൈൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ആലി അവിടെ നിന്ന് കലിതുള്ളി ഇറങ്ങി വരുന്നത്. ആലിയുടെ അച്ഛനൊരു ബോക്സിംഗ് ടീച്ചർ ആയിരുന്നു. അപ്പൊ ആലി നേരെ ആളുടെ ജിമ്മിൽ പോയി ദേഷ്യം മുഴുവൻ അടിച്ചു തീർക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അവിടെ ഞാനൊരു പെണ്ണായതുകൊണ്ടാണ് അവരെന്നെ ഉയരാൻ സമ്മതിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് പരാതി പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ, നീ ചെയ്ത് കാണിച്ചു കൊടുക്കും മോളെ, നീ ചെല്ല് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫുൾ കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. അച്ഛനോട് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ ആലി ഒന്ന് കൂളാവുന്നുണ്ട്. അച്ഛനും മോളും കൂടിയിട്ട് ഒരു ബാറിൽ പോയി ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് അവിടുത്തെ ബാർടെൻഡർ ആലിയുടെ കണ്ണിൽ പെടുന്നത്. ചെക്കൻ കൊള്ളാലോ. അച്ഛനെ ചെറുതായിട്ടൊന്ന് ഒഴിവാക്കിയിട്ട് അവൾ അവന്റെ അടുത്ത് പോയി ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫ്ലേർട്ടിങ് അവസാനം അവന്റെ വീട് വരെ എത്തി. അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് രാവിലെ കണ്ണു തുറക്കുമ്പോ ആലി കാണുന്നത് വില്ലിന്റെ മോൻ ബെന്നിനെയാണ്. ആലിക്ക് ആകെ എന്തോ പോലെ, ഭാര്യ മോനൊക്കെ ഉണ്ടായിട്ടാണോടോ താൻ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചു വില്ലിനെ 4 ചീത്തയും വിളിച്ചിട്ട് അവൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. ഇതൊക്കെ കൂടി ഓഫീസിലേക്ക് എത്താനും അവള് ലേറ്റായി. അവിടെ ഒരു മാഗസിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആലി ഡീൽ ചെയ്യുന്ന ലിസ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു ആ മാഗസിന്റെ കവർ പേജിൽ വരാനിരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ജമാൽ ബരി വന്നിട്ടുണ്ട്. ആലി വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുകയാണ്. ജമാൽ ബരീനെ വിടാനും പറ്റില്ല, എന്നാൽ ലിസാനെ ഒഴിവാക്കാനും പറ്റില്ല. ലിസാനോട് ഇവര് രണ്ടുപേരും കൂടി കവർ പേജ് ഷെയർ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ലിസ അതിനെ സമ്മതിക്കുന്നുമില്ല. ഓൾറെഡി 2 ചാമ്പ്യൻഷിപ്പും 4 ഗോൾഡ് മെഡലും ഉള്ള ലെജൻഡ് ആണ് ഈ ലിസ. അവൾ അതിനെ സമ്മതിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. ആലിക്ക് വേറെ വഴിയില്ലാണ്ട് ജമാൽ ബരീനെ ഒഴിവാക്കേണ്ടി വന്നു. ഇങ്ങനെ സംഭവിച്ചതിന് ജമാൽ ബരിയുടെ അച്ഛന് നല്ലൊരു നീരസം ഉണ്ടായിരുന്നു ആലിനോട്. അന്നത്തെ ദിവസം ആലിയുടെ ഫ്രണ്ടിന്റെ ബാച്ചിലറേറ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിലേക്ക് ഒരു മന്ത്രവാദിനി പോലത്തെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആലിയുടെ ഫ്രണ്ട്. ആ മന്ത്രവാദിനി ആലിയുടെ പ്രശ്നങ്ങളൊക്കെ പ്രവചിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ, ആണുങ്ങളുമായിട്ട് നിങ്ങൾ അത്ര കണക്ട് ആവുന്നില്ല. ഇതൊക്കെ പറയുമ്പോ ഇതെന്റെ ഫ്രണ്ട്സ് പറഞ്ഞതായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ആലി. പക്ഷെ വില്ലിനെ കുറിച്ചും മന്ത്രവാദിനി പറയുന്നുണ്ട്. അപ്പോ വണ്ടർ അടിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഈ പെണ്ണറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട്. ആണുങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം മാറാനായിട്ട് ഒരു ചായ കൊടുക്കുന്നുണ്ട് ഈ മന്ത്രവാദിനി. അതൊരു സ്പെഷ്യൽ ടീ ആയിരുന്നു. അത് വായി വെച്ചപ്പോ തന്നെ ഛർദിക്കാൻ വരുന്നുണ്ട് ആലിക്ക്. എന്നാലും അതെങ്ങനെയോ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരൊരു പബ്ബില് പാർട്ടിക്കൊക്കെ പോയി. ആലി പിന്നെ കണ്ണു തുറക്കുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. അവിടെ വെച്ച് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആലിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു.
ഇതൊക്കെ എന്തിനാ ഡോക്ടർ എന്നോട് പറയുന്നതെന്ന് ആലി ചോദിക്കുമ്പോൾ ഡോക്ടർ വിചാരിക്കുന്നത് അയാൾ രാവിലെ തന്നെ കുടിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പൊ അറിയാണ്ട് മനസ്സിൽ ചിന്തിച്ചതൊക്കെ പുറത്ത് അയാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് അയാൾ അത് ചിന്തിക്കുമ്പോൾ അതും ആലി കേൾക്കുന്നുണ്ട്. അവിടേക്ക് ആലിയുടെ ഫ്രണ്ട്സും അസിസ്റ്റന്റും വന്നിട്ട് അവൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആലിയും ബ്രാനും കൂടിയിട്ട് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആലിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവൻ ആലിനെ കുറിച്ച് മനസ്സിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ആലിക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് രണ്ടാൾക്കും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആകെ ഭ്രാന്ത് പിടിച്ച് ആലി കാറ് നിർത്തി ഇറങ്ങി ഓഫീസിലേക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ആ വഴിയിൽ നടക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആലിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ചിലർ ഓഫീസിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുന്നു, ചിലർ അവരുടെ അവിഹിതങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, ചിലർ EMI അടയ്ക്കേണ്ടതിന്റെ കാര്യം. എല്ലാം കൂടി ഒരുമാതിരി ചെവിട്ടില് മൂട്ട പോയ പോലെയാണ് ആലിക്ക് തോന്നിയിരുന്നത്. ആലി ഓഫീസിലെത്തിയപ്പോഴാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ ചിന്തകളും അവൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരുത്തൻ മറ്റവന്റെ വാച്ച് എന്നേക്കാൾ നല്ലതാണല്ലോ എന്ന് ചിന്തിക്കുമ്പോ അവൻ വിചാരിക്കുന്നത് അയ്യോ എന്റെ ഫേക്ക് വാച്ച് ആരും കണ്ടുപിടിക്കാണ്ടിരുന്നാ മതിയല്ലോ, അങ്ങനെയാണ്. ആലിക്ക് എല്ലാവരുടെ ചിന്തകളും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആണുങ്ങളുടെ ചിന്തകൾ മാത്രമാണ് ആലിക്ക് കേൾക്കാൻ സാധിച്ചിരുന്നത്. ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ബ്രാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രാൻ പറയുന്നുണ്ട് എന്തെങ്കിലും അടിച്ചിട്ടാണോ ഇങ്ങനെ പറ്റിയതെന്ന്. അപ്പോഴാണ് ആലി ചിന്തിക്കുന്നത് ഓ ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇനി അതുകൊണ്ടാണോ എന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ആ മന്ത്രവാദിനീനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്, എനിക്കിത് വേണ്ട, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണമെന്ന് മന്ത്രവാദിനിയോട് പറയുമ്പോൾ മന്ത്രവാദിനി പറയുന്നുണ്ട് ഇതിനെ നീ എന്തിനാണ് ഒരു പ്രശ്നമായിട്ട് വിചാരിക്കുന്നത്? നിന്റെ കമ്പനിയിലെ ആണുങ്ങളൊക്കെ നിന്നെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ നീ പറഞ്ഞത്? നിനക്ക് അവരുടെ ചിന്തകളൊക്കെ അറിയാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും? നിനക്കിത് അവർക്കെതിരെ ഉപയോഗിച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് ആലിക്ക് മനസ്സിൽ ലഡ്ഡു പൊട്ടിയത്. ഓക്കെ, അപ്പോ ഇത് യൂസ് ചെയ്ത് ജമാൽ ബരീനെ സൈൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആലി അവിടെ നിന്ന് തുള്ളിച്ചാടി പോകുന്നുണ്ട്. ആലി ഓഫീസിൽ ചെന്നിട്ട് ജമാൽ ബരിയുടെ കാര്യത്തിൽ മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കൊലീഗിനോട് ചോദിക്കുമ്പോൾ ഒന്നും പ്ലാനിലില്ല എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അന്നത്തെ ദിവസം രാത്രി ഒരു പോക്കർ പാർട്ടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ജമാലിന്റെ അച്ഛനും വരാനിരിക്കുകയായിരുന്നു. ഈ കാര്യം അവൻ ചിന്തിക്കുമ്പോൾ ആലിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ആലി അറിയാണ്ട് നടത്താനിരുന്നതായിരുന്നു ഈ പോക്കർ ഗെയിമിന്റെ പാർട്ടി. ആലി അവിടെ കൃത്യസമയത്ത് എത്തിയിട്ട് ഇവരെയൊക്കെ ഞെട്ടിക്കുന്നുണ്ട്. ഗെയിമില് പ്രോ ആണെന്നുള്ള പോലെ തകർപ്പനായിട്ട് കളിക്കുന്നുണ്ട് ആലി. ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള കാർഡ്സ് ഏതാന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അത് അവർക്ക് നേരെ തന്നെ തിരിച്ചു ഉപയോഗിക്കാനായിട്ട് ആലിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അവസാനം ആലിയും ജമാൽ ബരിയുടെ അച്ഛനും മാത്രമായി. അയാളെ ജയിക്കാൻ വിട്ടുകൊടുത്തപ്പോ അയാളും ഹാപ്പി. ആലിന് ഇഷ്ടമായി തുടങ്ങി അയാൾക്ക്. അടുത്ത ദിവസം ജമാലും അവന്റെ അച്ഛനുമായിട്ടുള്ള മീറ്റിംഗില് ഒരു വീഡിയോ അവന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി 90s റാപ്പ് പോലത്തെ ഒരു മ്യൂസിക്കും വെച്ച് ഫുൾ പെണ്ണുങ്ങളും പണവും അങ്ങനെയായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. ഇത് കണ്ടിട്ട് ജമാൽ ബരിക്കും അച്ഛനും ഒട്ടും ഇഷ്ടാവുന്നില്ല. ഇതൊക്കെ അവന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നുള്ള ഒരു മോഡിലായിരുന്നു അവന്റെ അച്ഛൻ. ഇത് മനസ്സിലാക്കി കാര്യമായിട്ട് ആലി ഇടപെട്ടിട്ട് സോൾവ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ആലി ഇംപ്രസ് ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി ജമാൽ ബരിയുടെ അച്ഛനെ. ഞാൻ ഇതുവരെ ഒരു ഫീമെയിൽ ഏജന്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാനൊരു ഫാമിലി മാൻ ആണ്. അപ്പൊ ഒരു ഫാമിലി മാൻ തന്നെ എന്റെ മോന്റെ ഏജന്റ് ആവണം എന്നായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ആവുമ്പോ അവർ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടെ വില്ലും ബെന്നും വന്നിട്ടുള്ളത് ആലി കാണുന്നത്. അപ്പൊ ആലിക്ക് ഒരു ഐഡിയ വന്നു. പെട്ടെന്ന് തന്നെ വില്ലിനെയും ബെന്നിനെയും വിളിച്ചിട്ട് ഇതാണ് എന്റെ ഫാമിലി എന്നുള്ള പോലെ, ഹസ്ബൻഡ് ആൻഡ് വൈഫും അവരുടെ കുട്ടിയാണെന്നുള്ള പോലെ അങ്ങനെ അഭിനയിച്ചിട്ട് ജമാലിന്റെ അച്ഛനെ വീഴ്ത്താൻ നോക്കുന്നുണ്ട്. വില്ലിനെയും കൂടി കണ്ടപ്പോ ജമാലിന്റെ അച്ഛൻ ഡബിൾ ഹാപ്പി. ജമാലിനെ അച്ഛനെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വില്ലിനോട് തനിച്ചു സംസാരിക്കുമ്പോഴാണ് എന്താ അവര് വന്നതിന്റെ കാര്യം മനസ്സിലാവുന്നത്. ആലി അവളുടെ ലൈസൻസ് അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അത് തിരിച്ചു കൊടുക്കാൻ വന്നതായിരുന്നു. ബെൻ ആലിയോട് സംസാരിക്കുന്നുണ്ട്. എന്റെ അച്ഛനെ കുറച്ചുകൂടി നന്നായിട്ട് ട്രീറ്റ് ചെയ്തൂടെ, എന്റെ അമ്മ മരിച്ചേ പിന്നെ അച്ഛൻ ഭയങ്കര വിഷമത്തിലാണ്. അങ്ങനെ ബെന്നിനോട് സംസാരിക്കുമ്പോഴാണ് ആലിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. വെറുതെ ആവശ്യമില്ലാണ്ട് വില്ലിനെ തെറ്റിദ്ധരിച്ചു. അടുത്ത ദിവസം വില്ലും ആലിയും കൂടിയിട്ട് ഒരു ഡേറ്റിന് പോകുന്നുണ്ട്. അതൊരു ഡബിൾ ഡേറ്റ് ആയിരുന്നു. ആലിയുടെ ഫ്രണ്ട് മാരിയും അവളുടെ ഫിയാൻസെ ജെയിംസും അവിടെ ഉണ്ടായിരുന്നു. അവര് ബില്യാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെയിംസ് മനസ്സിൽ ചിന്തിക്കുന്നത് ആലിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വെയിട്രസിനെ നോക്കിയിട്ട് മാരിനെ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെ അവളായിട്ട് മാരിനെ ചീറ്റ് ചെയ്യാമെന്നാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്.
ഇതറിഞ്ഞ് ദേഷ്യം വരുന്ന ആലി അവിടെ ഉണ്ടായിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ആ സ്ഥാനത്തൊരു കുത്തു കൊടുക്കുന്നുണ്ട് ജെയിംസിന്. എന്നിട്ട് അറിയാത്ത പോലെ അഭിനയിച്ച് അവിടെ നിന്ന് മാറി നിന്നു. ആ സെയിം വെയിട്രസ് വില്ലിന്റെ ഗെയിം കണ്ടിട്ട് അവനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓ, കുറെ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് ആലി പറയുമ്പോ, നീ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഒരു നിമിഷം പോലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വില്ലിന്റെ മനസ്സിൽ പറയുന്നത് ആലിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആലിക്ക് മനസ്സിലാവുന്നുണ്ട് വില്ലിന് ശരിക്കും അവളെ എന്തോരം ഇഷ്ടമാണെന്ന്. പിന്നീട് ഒരു ദിവസം ആലി അവളുടെ അച്ഛനെ കാണിക്കാനായിട്ട് വില്ലിനെയും ബെന്നിനെയും കൊണ്ടുപോകുന്നുണ്ട്. വില്ല് ഓൾറെഡി ഒരു കല്യാണം കഴിച്ചതാണ്, ഒരു മകനുണ്ട്, പിന്നെ വലിയ കാര്യമായി ജോലിയൊന്നും ഇല്ല. ആലിയുടെ അച്ഛൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല വില്ലിനെ. 3 മാസത്തിനുള്ളിൽ ഇവനെ വേണ്ടാന്ന് വെക്കുമെന്ന് ആലിയുടെ അച്ഛൻ മനസ്സിൽ ചിന്തിക്കുന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വില്ലിനോട് സംസാരിച്ചു കഴിയുമ്പോൾ വില്ല് എത്ര നല്ല ആളാണെന്ന് അവളുടെ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. ബെന്നാണെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അതുപോലെ ഒരു കുട്ടീനെ വളർത്തിയെടുക്കാനായിട്ട് വില്ല് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ആലിയുടെ അച്ഛനും ഒരു സിംഗിൾ പാരന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വില്ലിനെ അവസാനം ഇഷ്ടാവുന്നുണ്ട് ആലിയുടെ അച്ഛന്. അങ്ങനെ ഇരിക്കെ ഒരു പ്രസ് കോൺഫറൻസിലൂടെയാണ് ആലിയും ആലിയുടെ കമ്പനിയിലുള്ള ബാക്കിയുള്ളവരും അറിയുന്നത് ജമാൽ ഒരു ചൈനീസ് ടീമിലേക്ക് മാറാൻ പോവുകയാണെന്നുള്ള കാര്യം. അവന്റെ അച്ഛൻ കുറച്ചു കൂടുതൽ പൈസ കിട്ടിയപ്പോൾ അങ്ങോട്ടും അറിഞ്ഞു. ആലിയുടെ കമ്പനിക്ക് ഈ ജമാലിന്റെ കോൺട്രാക്ട് കിട്ടാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതവരുടെ കയ്യിൽ നിന്ന് പോയി എന്ന് അറിഞ്ഞപ്പോ ബോസിനാകെ ദേഷ്യം വന്ന് ആ ദേഷ്യം മുഴുവൻ ആലിയുടെ മേത്താണ് തീർക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും പഴി ആലിയുടെ മേത്താണ് ചുമത്തുന്നത്. ആ സമയത്ത് അവിടേക്ക് വില്ല് വരുന്നുണ്ട്. ഇതിന്റെ ദേഷ്യത്തില്, ഇനി നിങ്ങൾ നാടകം കളിച്ച് ജമാലിന്റെ അച്ഛന്റെ മുന്നിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ കൊള്ളാന്ന് പറയുന്നുണ്ട്. വില്ലിനാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആലിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോ ഇത്ര നാൾ നീ കാണിച്ചതൊക്കെ നിന്റെ ജോലിക്ക് വേണ്ടി മാത്രമായിരുന്നു അല്ലേ? എന്നെയും എന്റെ മോനെ ഉപയോഗിക്കായിരുന്നു അല്ലേ നീ എന്ന് വില്ല് ചോദിക്കുന്നുണ്ട് ആലിയോട്. ആലിക്ക് ഒന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്ത് പറയാനാണ്, അവളുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു. ആലിക്ക് എല്ലാം കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായി. അവൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത അവളുടെ ജോലിയും അവൾ ഇഷ്ടപ്പെട്ടിരുന്ന ആളും അവൾക്ക് നഷ്ടമായി. ആലി വീണ്ടും ആ മന്ത്രവാദിനിയുടെ അടുത്ത് പോയിട്ട്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ശരിയാക്കൂ, എനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് പഴയ പോലെ ആവണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മന്ത്രവാദിനി പറയുന്നുണ്ട്, എന്തൊരു പവർ ഉണ്ടെങ്കിലും ആ പവറിന്റെ കൂടെ വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആ റെസ്പോൺസിബിലിറ്റി നീ എടുത്തിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. മന്ത്രവാദിനി പറഞ്ഞത് മനസ്സിലായിട്ട് ആലി അവിടുന്ന് പോകുന്നുണ്ട്. ആലിയുടെ ഫ്രണ്ട് മാരിയുടെയും ജെയിംസിന്റെയും കല്യാണ ദിവസമായിരുന്നു അന്ന്. ജീവിതം ആകെ കൊള്ളായിട്ടിരിക്കുകയാണല്ലോ. ആലി കിട്ടുന്നതൊക്കെ വലിച്ചടിച്ച് ആകെ കിറുങ്ങി നടക്കായിരുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് ആണുങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഒക്കെ മനസ്സിലെ ചിന്തകൾ ആലിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ജെയിംസ് അത്ര വെടുപ്പല്ലാന്ന് ആലിക്ക് പണ്ടേ മനസ്സിലായിട്ടുള്ളതാണല്ലോ. മുന്നേ മാരിയുടെ കസിനായിട്ട് മേരിനെ ചീറ്റ് ചെയ്തതിനെ കുറിച്ചാണ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആലിക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ വെച്ച് കൺട്രോള് പോയി ആലി എല്ലാവരോടും ഒരു കാര്യം പറയണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് ആണുങ്ങളുടെ ചിന്തകളൊക്കെ കേൾക്കാൻ പറ്റുന്നുള്ള സത്യം അവിടെ വിളിച്ചു പറയുന്നുണ്ട്. ജെയിംസും കസിനും ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ ജെയിംസ് അത് എതിർക്കുന്നുണ്ട്. പക്ഷെ അവിടെ കസിൻ ഉണ്ടായിരുന്നു മേരിയുടെ. അവള് വേഗം എണീറ്റ് നിന്ന് സോറി പറയുന്നുണ്ട്. അയ്യോ, അതങ്ങനെയല്ല, നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ ആ സമയത്ത് തന്നെ പറ്റിച്ചതെന്ന് മേരിയുടെ കസിൻ പറയുന്നുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആലിയുടെ മറ്റൊരു ഫ്രണ്ട് കയറ അതിൽ ഇടപെട്ടിട്ട് ഇവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആലി പറയുന്നുണ്ട്, നീ ആദ്യം നിന്റെ ഫാമിലി ശരിയാക്ക്, അത് തന്നെ ആകെ കൊളായിട്ട് കിടക്കുക, അത് നേരെയാക്കിയിട്ട് നീ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ആലി പറയുന്നുണ്ട്, അവളുടെ ഹസ്ബൻഡിന് അവിഹിതം ഉണ്ടായിരുന്നത് വേറൊരു ആണായിട്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ എല്ലാ അവിഹിതങ്ങളും പൊളിച്ച് അവിടെ വലിയൊരു അടിപിടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അടിപിടിയില് എവിടെന്നോ ആരോ ആലിയുടെ തലയ്ക്ക് അടിച്ചിട്ട് ആലി പിന്നെ കണ്ണു തുറക്കുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. മുന്നേ ആലി പറഞ്ഞതനുസരിച്ച് ആ ഡോക്ടർ ഒരു റീഹാബിലിറ്റേഷന് പോയിട്ട് ഇപ്പൊ മദ്യപാനമൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ആലിനോടൊരു നന്ദി പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോഴാണ് ആലി തിരിച്ചറിയുന്നത് അവൾക്ക് ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആലിക്ക് ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അവളെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആലി അവളുടെ അച്ഛന്റെ അടുത്ത് പോയിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. അവൾ എപ്പോഴും ഒരു സ്ട്രോങ് ലേഡി ആവാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനായിട്ട് അവൾ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. ഇനിയും ഒട്ടും വൈകിട്ടില്ല, നിനക്ക് ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞ് അച്ഛൻ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് അവളെ. ആലി ജമാലിനെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. അവൻ ഒരിക്കലും ചൈനീസ് ടീമിൽ കളിക്കണം എന്നുണ്ടായിരുന്നില്ല. അവൻ ജനിച്ചു വളർന്ന സ്ഥലത്തെ ടീമിലെ കൂടെ തന്നെ കളിക്കാനായിരുന്നു അവന് ആഗ്രഹം.
നീ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കണ്ട. നീ നിനക്ക് എന്താണോ തോന്നുന്നത്, നിന്റെ ഉള്ളിൽ നിന്ന് എന്താണോ നിനക്ക് ഫീൽ ചെയ്യുന്നത് അത് മാത്രം ചെയ്താൽ മതി എന്ന് ആലി അവനോട് പറയുന്നുണ്ട്. അവൾ അവളുടെ ഫ്രണ്ട്സിനെയും കാണാൻ പോകുന്നുണ്ട്. അവരൊന്നും അവളോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അവരെയൊക്കെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ആലി പറയുന്നുണ്ട്. അവരെ ബാക്കി ആണുങ്ങൾ ഇങ്ങനെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ പറ്റാണ്ടായിരുന്നു ആലി അന്ന് സംസാരിച്ചത്. അല്ലാതെ അവര് വിചാരിക്കുന്ന പോലെ ആലിക്ക് അസൂയ കൊണ്ടൊന്നല്ല ആലി അങ്ങനെ ചെയ്തത്. അപ്പൊ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്രയും വലിയൊരു സൂപ്പർ പവർ കിട്ടിയിട്ട് നീ അത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന്. ഇനി എന്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും എന്ന് പറഞ്ഞ് ഒരുവിധം കോംപ്രമൈസ് ആവുന്നുണ്ട് ആലി അവരായിട്ട്. പിന്നീട് നടന്നൊരു ഇവന്റിൽ വെച്ചിട്ട് ജമാൽ അമേരിക്കയ്ക്ക് വേണ്ടി തന്നെയാണ് കളിക്കാൻ പോകുന്നതെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. ആലി ആയിരുന്നു അവന്റെ ഏജന്റ്. ജമാലിനെ സൈൻ ചെയ്തപ്പോൾ ബോസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആലിനെ പാർട്ട്ണറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആലി സ്വന്തമായിട്ടൊരു ടാലന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്ത്രീകളെ ആണുങ്ങളുടെ താഴെയാണെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ കൂടെ ഒന്നും എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആലി അവിടുന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങുന്നുണ്ട്. അവസാനമായിട്ട് ആലി വില്ലിനെ പോയി കണ്ടിട്ട് ഒരു ചാൻസ് കൂടി തരാൻ ചോദിക്കുന്നുണ്ട്. വില്ലിനും ആലിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒന്നും കൂടി ട്രൈ ചെയ്യാനായിട്ട് അവര് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ആലിയും വില്ലും ബെന്നും കൂടിയിട്ട് ഒരുമിച്ച് നടക്കുന്നത് കാണിച്ചിട്ടാണ് മൂവി അവിടെ അവസാനിക്കുന്നത്. ഈ സിനിമയിൽ ആലി തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നമ്മളൊരു മോശം വ്യക്തിയാണെങ്കിൽ പിന്നെ ആ നേടിയതിലൊന്നും ഒരർത്ഥം ഇല്ലാണ്ടാവും.